നിന്റെ മകൻ ഞങ്ങൾ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലേ? ഇവൻ കാരണം ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചിരുന്ന വീട് വിട്ട് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. ഇപ്പൊ കണ്ടില്ലേ, ഗ്രാമവാസികളുടെ മുന്നിൽ വെച്ച് ഇവൻ ആ റബ്ബി ഗുരുവിനെ എന്തൊക്കെ പറഞ്ഞ് അപമാനിച്ചത്. ഇനി നമ്മുടെ ഈ ഗ്രാമത്തിലുള്ളവർ സ്വീകരിക്കുമ്പോ പറയൂ. മാരിയോ, മാരിയോ നോക്ക്, യേശു കുഞ്ഞാണ്, ചെറിയ കുട്ടിയാണവൻ. നീ എന്തിനാ എപ്പോഴും അവനെ കുറ്റം പറയുന്നത്? കുട്ടിയാണെന്ന് പറഞ്ഞ് അവന്റെ തെറ്റുകൾ എത്ര നാളിങ്ങനെ പൊതിഞ്ഞു വെക്കും? ഏട്ടത്തി പറഞ്ഞത് ശരിയാണ്. എവിടെ എന്ത് പറയണം, എങ്ങനെ പറയണമെന്നത് തീർച്ചയായും യേശു മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഏട്ടത്തി വിഷമിക്കാതിരിക്കെ. ഞാനും മേരിയും യേശുവിനെ പറഞ്ഞ് മനസ്സിലാക്കാം. പറഞ്ഞു മനസ്സിലാക്കാമെന്നോ? ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയതല്ലേ ആ സഭയിൽ വെച്ച് ഇത്തരത്തിലൊന്നും സംസാരിക്കരുതെന്ന്. എന്നിട്ട് അവിടെ ചെന്ന് എന്താ സംഭവിച്ചത്? ഇവനെല്ലാം നശിപ്പിച്ചില്ലേ? പക്ഷെ ചെറിയമ്മേ, ഞാനൊന്നും... നിനക്ക് നിന്റെ അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ, മുതിർന്നവർ സംസാരിക്കുമ്പോ കുട്ടികൾ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ലെന്ന്? പഠിപ്പിച്ചിട്ടുണ്ട് ഇവനെ ഞാൻ. മേരി, യേശുവിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ? വേണ്ട, ഞാൻ അവന് പറഞ്ഞു കൊടുത്തോളാം. അവനോട് വെറുതെ സംസാരിച്ച പോരാ, നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക നിന്റെ പൊന്നു മോന്. യേശുവിനെതിരെ വന്ന മാരിയയുടെ ഓരോ വാക്കുകളും എത്ര മാധുര്യമുള്ളതാ. ഇനിയും കൂടുതൽ എനിക്ക് കാത്തിരിക്കാനാകില്ല. എനിക്ക് കാണണം മാരിയെ എന്റെ വരുതിയിലാക്കുമ്പോൾ അവൾ എങ്ങനെ പെരുമാറുമെന്ന്. വരൂ, നിന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ ദൈവദൂത. എന്നെ എതിർക്കാൻ തന്നെയാണോ നിന്റെ ഉദ്ദേശം? അല്ല, ഞാൻ വളരെ ശാന്തനായി നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ദൈവപുത്രന്റെ ഭവനം ദൈവത്തിന്റെ ആലയമാണ്. അതുകൊണ്ട് ഈ ദൈവാലയത്തിൽ വസിക്കുന്നവരിലും നിന്റെ പൈശാചിക ചിന്തയുടെ വിത്തുകൾ വിതയ്ക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചേക്കും. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാനാകൂ. കൊള്ളാം. അപ്പോൾ ആ ദിനവും വന്നുവല്ലേ? ദൈവദൂതൻ സാത്താനോട് അപേക്ഷിക്കുന്നു. ചിലപ്പോഴൊക്കെ സാത്താൻ നിന്നോട് സഹതാപം തോന്നാറുണ്ട്. ശരി, ഈ ദിവസം നീ ഓർത്തു വച്ചോ. ഞാൻ യേശുവിന്റെ കുടുംബത്തെ വെറുതെ വിട്ടിരിക്കുന്നു. ഈ കുടുംബത്തിന്മേൽ ഞാൻ ഒരിക്കലും പൈശാചിക സ്വാധീനം ചെലുത്തുകയില്ല. നിനക്ക് വേണമെങ്കിൽ സന്തോഷിക്കാം ദൈവദൂത. യേശുവിന്റെ ഭവനത്തിലല്ലെങ്കിൽ സാത്താൻ മറ്റൊരിടം തീർച്ചയായും കണ്ടെത്തിയിരിക്കും. ഇപ്പോൾ സാത്താൻ ഇവിടെ നിന്നും പോയിരിക്കുന്നു. പക്ഷെ യേശുവിന് മേൽ സങ്കടത്തിന്റെ കാർമേഘങ്ങൾ അവനെ വീണ്ടും വീണ്ടും മൂടുകയാണെന്ന് തോന്നുന്നു. എന്റെ പ്രഭു, യേശുവിനെ കാത്തുകൊള്ളണമേ. അങ്ങ് പരമപിതാവിനെ പറ്റി എന്താണോ പറഞ്ഞത് അത് ശരിയല്ല. പരമപിതാവിന്റെ ആശീർവാദം ലഭിക്കാൻ ഒരു തരത്തിലുള്ള യോഗ്യതയും നമുക്ക് വേണ്ട. ദൈവം അങ്ങേ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. എന്നെ മൂക്കുപൊടി എടുത്തോണ്ട് വാ.
എന്താ അങ്ങക്ക് അറിയില്ലേ, നമ്മുടെ എല്ലാവരുടെയും ശരീരം ഒരു ദേവാലയമാണെന്ന്? അതിൽ ആത്മാവിന്റെ രൂപത്തിൽ വസിക്കുന്നത് ദൈവം തന്നെയാണ് ഗുരു. പിന്നെ ദൈവത്തിന്റെ ആശീർവാദം ലഭിക്കാനായി ദേവാലയത്തിലോ മറ്റെങ്ങോ പോകുന്നതിന്റെ അർത്ഥം എന്താണ്? എത്രയോ വർഷങ്ങളായി ആളുകളുടെ മനസ്സിൽ, ബുദ്ധിയിൽ, ചിന്തയിൽ, വിശ്വാസത്തിൽ ഞാനാണ് അവർക്ക് ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഒരേ ഒരു കണ്ണി. പക്ഷെ ആ കൊച്ചു ചെറുക്കൻ എന്റെ സഭയിൽ വന്ന് ഗ്രാമവാസികളുടെ എല്ലാം മുന്നിൽ വെച്ച് എന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. ചോദ്യം ചെയ്തിരിക്കുന്നു. ഞാനും എന്റെ ഭക്തരും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ഇടയിൽ വിള്ളലുകൾ വീഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്നൊരു വഴി കണ്ടെത്തിയേ തീരൂ. ഇത്രയും ദേഷ്യത്തിൽ ഞാൻ ഇദ്ദേഹത്തെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ. ദേഷ്യം എപ്പോഴും മനുഷ്യരെ വിനാശത്തിലേക്കാണ് കൊണ്ടുപോകാറുള്ളത്. ഈശ്വരൻ ഇദ്ദേഹത്തെ സാത്താന്റെ കൈകളിൽ നിന്നും രക്ഷിക്കട്ടെ. സാത്താന്റെ പിടിയിലല്ല, സാത്താൻ നേരിട്ട് തന്നെ വന്നിരിക്കുന്നു. ഞാൻ വിളക്ക് കത്തിച്ചുകൊണ്ട് വരാം. അവനെ വലിയ ഒരു പാഠം ഞാൻ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത് വലിക്ക്. നിന്റെ ബോധത്തിൽ അടഞ്ഞ വാതിലുകളെല്ലാം തുറക്കപ്പെടും. യേശു നിന്റെ ഭക്തരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. നിനക്ക് വളരെ വേഗം തന്നെ അവന്റെ നാശത്തിനുള്ള തുടക്കം കുറിക്കാൻ കഴിയും. വലിക്കുക. ഇന്ന് പുതിയതെന്തോ സംഭവിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ഇതുവരെ എനിക്കറിയാതെ പോയ ഒരു ജ്ഞാനത്തിന്റെ ചെപ്പ് തുറന്നു കിട്ടിയതുപോലെ. നോക്ക്, എത്രയും പെട്ടെന്ന് കളിപ്പാട്ടക്കാരൻ എന്റെ സന്ദേശം എത്തിക്ക്. സൂര്യന്റെ ആദ്യ കിരണം പതിക്കും മുമ്പ് തന്നെ അവൻ എന്നെ വന്ന് കാണണം. എനിക്ക് അവനോട് അത്യാവശ്യമായി ഒന്ന് സംസാരിക്കണം. ഇവിടം എത്ര സുന്ദരവും ഹരിതവുമായിരിക്കുന്നു. എന്തുപറ്റി? എന്താ ഒന്നും മിണ്ടാത്തത്? ഇന്നലെ സഭയിൽ സംഭവിച്ചതിനെല്ലാം വഴക്ക് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കി തരണമെന്നുണ്ട്. എന്താണ് മനസ്സിലാക്കി തരാനുള്ളത്? എന്റെ കൂടെ വാ. എന്റെ മടിയിലിരിക്കുക. നമ്മുടെ ഈ ലോകത്തിൽ പല തരത്തിലുള്ള ആളുകളുണ്ട്.
എന്റെ മോൻ വലുതാകും തോറും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പലതരത്തിലുള്ള ആളുകളെ കാണാനിടയാകും. അവരുടെ ചിന്തകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ അതൊക്കെ നിന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോ എന്റെ മോന്റെ പക്കൽ 2 വഴികളുണ്ടാവും. ഒന്നുകിൽ അവരോട് തർക്കിച്ച് നിന്നെ പോലെ ചിന്തിച്ച് നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ അവരോട് അധികം സംസാരിക്കാതെ അവിടെ നിന്ന് പോവുക. പക്ഷേ അമ്മേ, എനിക്കെങ്ങനെയാണ് മനസ്സിലാവുന്നത് എപ്പോഴാണ് ഞാൻ സംസാരിക്കേണ്ടത്, എപ്പോൾ സംസാരിക്കേണ്ടെന്ന്? വളരെ നല്ല ചോദ്യമാണ് എന്റെ മോൻ ചോദിച്ചത്. വരൂ, മോൻ ഇവിടെ നിൽക്ക്. ചില ആളുകൾ നിനക്ക് മനസ്സുകൊണ്ട് പ്രിയപ്പെട്ടവരായിരിക്കും. അതായത് മാതാപിതാക്കൾ, നിന്റെ കൂട്ടുകാർ, നിന്റെ അടുത്ത ബന്ധുക്കൾ, പിന്നെ നീ. നിന്റെ മനസ്സിൽ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ വൃത്തത്തിന് ഉള്ളിൽ മാത്രമായിരിക്കും. ഇപ്പൊ മോന്റെ അമ്മ മോന്റെ മുന്നിൽ നിൽക്കുന്ന പോലെ മറ്റുള്ള ആളുകളെല്ലാം ഈ വട്ടത്തിന് പുറത്തായിരിക്കും. അപ്പൊ മോനെ, ഈ വൃത്തത്തിനുള്ളിലുള്ള നിന്റെ പ്രിയപ്പെട്ടവരുടെ കാര്യമാണെങ്കിൽ അവർ ഒരുപക്ഷെ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും നിനക്ക് അവരെ തിരുത്താൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ പ്രശ്നം ഈ വൃത്തത്തിന് പുറത്തുള്ളവരാണെങ്കിലോ നീ അവരുമായി തർക്കിക്കുന്നത് ഒഴിവാക്കണം. കാരണം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ചിന്തകൾ നിനക്ക് മാറ്റാനാകില്ല. ഇനി പറ, നിന്നോട് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ അതോ മനസ്സിലായില്ലേ? അതെ അമ്മേ, എനിക്ക് മനസ്സിലായി. എന്റെ മോനെല്ലാം മനസ്സിലാകും. എന്റെ ദൈവമേ, എന്റെ മകന്റെ വഴികളിലെ എല്ലാ തടസ്സങ്ങളും നീക്കിക്കളയാൻ എനിക്ക് വഴികാട്ടി തരണമേ. നാം പോകുന്ന വഴിയിൽ തടസ്സം സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ അവരെയൊക്കെ. അയൽ രാജ്യങ്ങളിലെ എല്ലാ രാജാക്കന്മാരിലും ഈ സന്ദേശം എത്തിക്കൂ. അവർക്ക് സ്വന്തം ജീവൻ വിലപ്പെട്ടതാണെങ്കിൽ യുദ്ധത്തിൽ നിന്നും സ്വമനസാലെ ഒഴിവായി നമ്മുടെ മുന്നിൽ അടിയറവ് പറയട്ടെ. അല്ലെങ്കിൽ നമ്മോട് ഘോരമായ യുദ്ധം ചെയ്ത് അവരുടെ ജീവൻ ബലികഴിക്കാൻ സന്നദ്ധരായി വരാൻ പറയുക. നിന്റെ മൗനം എന്നോട് പറയുന്നത് നമ്മുടെ തീരുമാനവുമായി നീ യോജിക്കുന്നില്ല എന്നാണ്. അതെ, ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് അങ്ങ് അയൽ രാജ്യങ്ങളുമായി യുദ്ധത്തിന് നിൽക്കാതെ അങ്ങയുടെ രാജ്യത്തെ പ്രജകളുടെ ക്ഷേമത്തെക്കുറിച്ച്, അവരുടെ നല്ല ഭാവിയെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ്. നമ്മുടെ പിതാവിന്റെ പ്രിയ സേനാനായകൻ, 100 പടയാളികളെ പ്രതിനിധീകരിക്കുന്ന മഹാസൈന്യാധിപൻ, അങ്ങനെ വിശിഷ്ട വ്യക്തിത്വമുള്ള അങ്ങയുടെ മനസ്സിൽ നമ്മുടെ ഭരണ നൈപുണ്യത്തെക്കുറിച്ച് സംശയമുണ്ടാകാം. എന്നാൽ ഒരു കാര്യം പറയാം, നിനക്ക് നമ്മോട് വേണമെങ്കിൽ തീർച്ചയായും യോജിക്കാതിരിക്കാം. പക്ഷെ നമ്മുടെ കൽപ്പന ഒരിക്കലും ധിക്കരിക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ഈ കിരീടം നമ്മുടെ ശിരസിലാണുള്ളത്. നാം ആണ് ഇവിടുത്തെ ചക്രവർത്തി. അതുകൊണ്ട് നാം പറയുന്ന കാര്യം എന്താണോ അത് നീ നിശ്ചയമായും അനുസരിക്കേണ്ടി വരും. കാരണം അദ്ദേഹം ഇത് ധരിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിനെ വധിച്ചായിരുന്നില്ല. കാരണം അദ്ദേഹം നിങ്ങളെപ്പോലെ അദ്ദേഹത്തിന്റെ പിതാവിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇതിഹാസത്തിന്റെ താളുകളിൽ ചിലപ്പോൾ അങ്ങയുടെ പിതാവിന്റെ മരണകാരണം ഹൃദയസ്തംഭനമെന്ന് എഴുതപ്പെട്ടേക്കാം. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന്റെ മരണകാരണം നന്നായി തന്നെ അറിയാം. നമ്മുടെ പിതാവിന്റെ മരണത്തിന്റെ സത്യം എന്താണെന്ന് നിനക്കറിയാമെന്ന് നാം സമ്മതിക്കുന്നു. എന്ന ഒരു കാര്യം ഞാൻ പറയാം, നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ഭ്രാന്തനായ പിതാവ് രാജസിംഹാസനമെന്ന മായാവലയത്തെക്കുറിച്ച് ആലോചിച്ച് ആകുലചിത്തനായിരുന്നു. പക്ഷെ അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു,
അതായത് ഒരു രാജ്യത്തിന്റെ മഹാസൈന്യാധിപന് ഒരുപക്ഷെ ജീവൻ വെടിയേണ്ടി വന്നാൽ പോലും സിംഹാസനത്തെ വഞ്ചിക്കില്ല എന്ന്. അങ്ങ് പറഞ്ഞത് സത്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു സത്യം മനസ്സിലായിട്ടില്ല. അങ്ങയുടെ ചിത്തഭ്രമമുള്ള പിതാവിന് ഇത് വളരെ നന്നായി അറിയാമായിരുന്നു. എന്റെ നിഷ്ഠകൾ, എന്റെ കടമ രാജസിംഹാസനത്തോടാണ്, രാജാവിനോടല്ല. ഇവനെ ഇപ്പോൾ ഈ സമയം അടക്കി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. അമ്മേ, ചെറിയമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? ചെറിയമ്മ ദേഷ്യത്തിലാണെങ്കിൽ തന്നെ നമുക്കെന്താ, നമ്മൾ രണ്ടുപേരും ചേർന്ന് ചെറിയമ്മയെ സമാധാനിപ്പിക്കും. നീ പലതരത്തിലുള്ള ആളുകളെ കാണും. അവരുടെ കാഴ്ചപ്പാട്, ചിന്തകൾ ഒക്കെ നിന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോ നിന്റെ മുന്നിൽ രണ്ട് വഴികളുണ്ടാകും. ഒന്നുകിൽ അവരോട് തർക്കിച്ച് നിന്നെ പോലെ ചിന്തിച്ച് നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ അവരോട് അധികം സംസാരിക്കാതെ അവിടെ നിന്ന് പോവുക. ഗുരു, ഇന്നലെ ഇവൻ അങ്ങയെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? പക്ഷെ ഇന്ന് അങ്ങയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും പരിവർത്തനമോ? ഗുരു വിജയിക്കട്ടെ. പ്രഭു, നിന്റെ മായ ചിലയിടത്ത് വെയിൽ, ചിലയിടത്ത് തണൽ. ശരിയായ പരിവർത്തനം ഇതുവരെ നടന്നിട്ടില്ല. ഇവന് വേണ്ടി പല കാര്യങ്ങളും ഞാൻ ആലോചിച്ചു വച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ആലോചിച്ചു വച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും. മോനെ, ചെല്ല്, മോൻ ചെന്ന് കളിച്ചോളൂ. ഇവിടെ മറ്റു കുട്ടികളും കളിക്കാനുണ്ടാകും. ചിലപ്പോ നിനക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടിയേക്കാം. ചെല്ല്. കൊള്ളാമല്ലോ യേശു. ഇന്നലെ നീ സഭയിൽ വെച്ച് വളരെ വലിയ തെറ്റാണ് ചെയ്തത്. എന്നിട്ട് മേരി ചെറിയമ്മ നിന്നെ കളിക്കാൻ വിടുവാണോ? എനിക്കൊന്ന് പറഞ്ഞു തന്നെ, ശിക്ഷ കിട്ടാതിരിക്കാൻ നീ എന്ത് തന്ത്രമാണ് ചെയ്തതെന്ന്? ഒരു തന്ത്രവുമല്ല ജ്യേഷ്ഠ, അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്താ നോക്കി നിൽക്കുന്നേ? ആ പന്തിങ്ങ എറിയ്. ഈ കൈകളിൽ തൊടുമ്പോൾ
എന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയതായി എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? എന്റെ എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരവുമായി ആരോ എത്തിയതുപോലെ എനിക്ക് തോന്നുന്നു. എന്റെ പേര്